KPCCയുടെ മുൻ അധ്യക്ഷനായ കെ സുധാകരൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യതയുള്ളയാൾ രമേശ് ചെന്നിത്തല തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വം ഐക്യകണ്ഠേന രമേശ് ചെന്നിത്തലയുടെ പേര് പറയണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ഉള്ള സാധ്യതയാണ് കാണുന്നതെന്നും മറ്റ് നേതാക്കൾ കടിപിടി കൂടുകയാണെങ്കിൽ UDF തകർന്ന് തരിപ്പണമാകുമെന്നും ഇനി ഒരു തവണ കൂടി അധികാരത്തിന് പുറത്തിരുന്നാൽ UDFിലെ ഘടകകക്ഷികൾ പലരും പല ദിശയിലേക്ക് പോകും, പിളർപ്പിലേക്ക് കാര്യങ്ങൾ എത്തും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ, ആ കെട്ടുറപ്പ് വേണമെങ്കിൽ ഇത്തരത്തിൽ വളരെ യോജിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തേ മതിയാവുകയുള്ളൂ. KC വേണുഗോപാൽ ഇതിനകത്ത് തരം താഴ്ന്ന രാഷ്ട്രീയം കളിക്കരുത് എന്നൊരു സൂചന കൂടി കെ സുധാകരൻ്റെ വാക്കിൽ നിന്നും വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. നോക്കൂ, UDFിലെ സഖ്യകക്ഷികൾ എന്ന് പറയുന്ന കോൺഗ്രസും ലീഗും, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും അനൂപിൻ്റെയും ഒക്കെ പാർട്ടി ചേർന്നതാണ്. എന്നാൽ ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാനുള്ള കെൽപ്പ് ഇപ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് CPIM-നാണ്. അവർക്ക് മറ്റ് ഘടകകക്ഷികളില്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് ജയിക്കുന്ന 30ഓളം നിയോജക മണ്ഡലമുണ്ട്. എന്നാൽ കോൺഗ്രസ്സിന് എത്ര മണ്ഡലങ്ങളുണ്ട്? ലീഗിൻ്റെ തണലിൽ കോൺഗ്രസ് ജയിക്കുന്ന പല സീറ്റുകളുണ്ട്. കോൺഗ്രസ് അതുകൊണ്ട് തന്നെ കെട്ടുറപ്പോടെ നിന്നാൽ മാത്രമേ ഈ സമ്മർദ്ദ ഘട്ടങ്ങളെയൊക്കെ അതിജീവിച്ച് അധികാരത്തിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. 2011 പോലും CPIM-ൻ്റെ അത്ര വോട്ട് ഷെയർ കോൺഗ്രസ്സിന് ലഭിച്ചിട്ടില്ല എന്ന് ഓർമ്മിക്കണം. ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ്സിന് കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണത് 2001 ശേഷം. പിന്നീട് കോൺഗ്രസ് ഇച്ചിരിയെങ്കിലും ഗതി പിടിച്ചത് 2011-ലാണ്. 39 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ സെൽവരാജിനെ ചാടിച്ച് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിച്ചത് ഉൾപ്പെടെയാണ് 39 സീറ്റുകൾ. എന്നിട്ടും ഈ രീതിയിൽ കോൺഗ്രസ്സിന് അധപ്പതനം വന്നിരിക്കുന്നു. കോൺഗ്രസ് ഒരു പാഠം പഠിച്ചില്ല. ഉമ്മൻചാണ്ടിയെ പോലെ യോജിപ്പിച്ച് നിർത്തുന്ന, അതായത് എല്ലാ ഘടകകക്ഷികളെയും യോജിപ്പിച്ച് നിർത്തുന്ന ഒരു കോമൺ വ്യക്തിയെ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നില്ല. അത് സതീശനിട്ടുള്ള ഒളിയമ്പായി തന്നെയാണ് സുധാകരൻ പറയുന്നത്. VD സതീശനെ അംഗീകരിക്കാൻ കോൺഗ്രസ്സിലെല്ലാവരും തയ്യാറല്ല. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ളവർ പുതിയ പടപ്പുറപ്പാട് തുടങ്ങും. എന്നാൽ രമേശ് ചെന്നിത്തലയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ അത്തരത്തിൽ എതിർക്കില്ല. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 8 കൊല്ലത്തോളം KPCCയെ നയിച്ച ഒരു വ്യക്തിയാണ്, ആഭ്യന്തര മന്ത്രിയായ വ്യക്തിയാണ്, 5 കൊല്ലം പ്രതിപക്ഷ നേതാവായ വ്യക്തിയാണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി പരിഗണിക്കുന്നില്ല. പ്രായത്തിലല്ല, സീനിയോറിറ്റിയിലാണ് കാര്യം എന്നുള്ളത് കെ സുധാകരൻ പറയുന്നുണ്ട്. അദ്ദേഹം സ്വന്തം ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. കണ്ണൂരിൽ കൂടുതൽ പയറ്റിത്തെളിഞ്ഞ തനിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉടനീളം പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. KPCC അധ്യക്ഷനായിരുന്ന 3 കൊല്ലം മാത്രമാണ് ആ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ രമേശ് ചെന്നിത്തല അങ്ങനെയല്ല. വളരെ ചെറുപ്പകാലത്ത് നിന്ന് തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ തരംഗമുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വളരെ ചെറുപ്പത്തിലെ തന്നെ മന്ത്രിയായിരുന്നു, അതുപോലെ തന്നെ MP ആയിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിനോട് ഈർഷ്യയും അസൂയയും കാണിക്കുന്ന ചില നേതാക്കളുടെ പേര് പറയാതെ പരാമർശിക്കുകയാണ് കെ സുധാകരൻ.